ഈ ഓണക്കാലം കളർഫുൾ ആകും. കണ്ണഞ്ചിപ്പിക്കുന്ന വസ്ത്രങ്ങളുടെ അത്യപൂർവ കളക്ഷൻസുമായി BTS വെഡിംഗ് സെന്റർ ഒരുങ്ങിക്കഴിഞ്ഞു. ഈ ഓണക്കാലത്ത് വിഭവസമൃദ്ധമായ ഭക്ഷണത്തിന്റെ രുചിവൈവിധ്യങ്ങൾ നുകരാൻ BTS ഹൈപ്പർ മാർക്കറ്റ് നിങ്ങൾക്കായി ഒരുങ്ങിക്കഴിഞ്ഞു. ഈ ഓണക്കാലം നമുക്കൊരുമിച്ച് കളർഫുള്ളായി ആഘോഷിക്കാം. സ്നേഹത്തിന്റെയും ഐശ്വര്യത്തിന്റെയും നല്ലൊരു ഓണക്കാലം ആശംസിക്കുന്നു. BTS മാൾ, ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ്, മഞ്ചേരി റോഡ്, പാണ്ടിക്കാട്. പഞ്ചായത്തിലെ കർഷകയിടങ്ങളിലെ പന്നിശല്യം ഒഴിവാക്കുന്നതിനായി പന്നി നിർമ്മാർജ്ജന പദ്ധതിയുടെ അവലോകന യോഗം വിളിച്ചു ചേർത്ത് പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് CH കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി പ്രസിഡന്റ് PR റോഹിൽനാഥ് ഉദ്ഘാടനം ചെയ്തു. കർഷകർക്ക് ഇന്ന് കാർഷിക വൃത്തികൾ നടത്തുന്നതിന് വേണ്ടി പ്രയാസം അനുഭവിക്കുന്ന ഒരു സാഹചര്യമാണ്. മനുഷ്യ വന്യമൃഗ സംഘർഷം ഉണ്ടാകുന്ന ഒരു പഞ്ചായത്തിലേക്ക് ഇന്ന് പാണ്ടിക്കാട് മാറുകയാണോ എന്ന് സർക്കാർ ആവശ്യപ്പെടുന്നു. കേട്ടുകഴിയായിരുന്നു ആനയിളക്കം അല്ലെങ്കിൽ കൃഷിനാശം നിൽക്കുന്നത്. ആന ഇങ്ങനെ ഓരോ ദിവസവും ഞങ്ങൾക്ക് നാളെ ഞങ്ങളും അതിന്റെ പരിധിയിൽപ്പെട്ടു പോകുമോ എന്നുള്ള സാഹചര്യം ഇടപ്പറ്റിയുമായി തൊട്ടു നിൽക്കുന്നത് കൊണ്ട് ഒരു ചെറിയ ഫോറസ്റ്റ് മേഖല ഞങ്ങളുടെ പുഴയുടെ അക്കരയുണ്ട്. ഏതായാലും ഇപ്പോ ഈ പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ കർഷകർക്ക് കൃഷി നടത്താൻ കഴിയാത്ത രീതിയിൽ പന്നികളുടെ ശല്യം അതിവ്യാപകമായി ഉണ്ടായതിന്റെ നേർക്കാഴ്ചകൾ ഓരോ ദിവസവും കർഷകർ ഞങ്ങളെ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം അതുപോലെ തന്നെ കർഷകർ നേരിട്ടുകൊണ്ടിരിക്കുന്ന മറ്റൊരു പ്രധാന പ്രശ്നം മൈലുകളിൽ പച്ചക്കറി തോട്ടങ്ങളിൽ നിന്ന് കൊത്തിത്തിക്കുകയാണ്. അതിന്റെ കായും പൂവും ഒക്കെ കൊത്തി നശിപ്പിക്കുന്നു. മറ്റൊരു ഭാഗത്തു കൂടി വേറൊരു പ്രശ്നം എന്ന് പറയുന്നത് കുരങ്ങ് ശല്യവും ഈ പഞ്ചായത്തിന്റെ നിശ്ചിതമായ ചില മേഖലകളിൽ അതും ഉണ്ടായിട്ടുണ്ട്. പഞ്ചായത്തിലെ കർഷകരുടെ വർഷങ്ങളായുള്ള പന്നിശല്യത്തിനുള്ള പരിഹാര മാർഗമൊരുക്കുന്നതിനായി പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5 ലക്ഷം രൂപ വകയിരുത്തിയാണ് പന്നി നിർമ്മാർജ്ജന പദ്ധതിക്ക് തുടക്കമിടുന്നത്. ഇതിന്റെ ഭാഗമായാണ് കർഷകരെയും പന്നികളെ വെടിവെച്ചു കൊല്ലുന്ന അംഗീകൃത ഷൂട്ടർമാർ, വനംവകുപ്പ് ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ എന്നിവരെ ഉൾപ്പെടുത്തി ആദ്യഘട്ടമെന്ന നിലയിൽ അവലോകന യോഗം വിളിച്ചു ചേർത്തത്. പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം വരും ദിവസം DFO നിർവഹിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പങ്കുവച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TC റമീസ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ PT ഷെരീഫ്, സീമ വാവോട്ടിൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ അസൈനാർ, ഷെരീഫ് മുല്ലക്കാടൻ, ഫോറസ്റ്റ് ഓഫീസർമാരായ ടെൽസൺ M തോമസ്, നുജും, കൃഷി ഓഫീസർ സീനത്ത്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാണ്ടിക്കാട്.